ബംഗാളിൽ ഭരണമാറ്റത്തിന് പിന്നാലെ രാഷ്ട്രീയ ചിത്രം അതിവേഗം മാറുകയാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ നീണ്ട ഭരണത്തിന് അറുതി വരുത്തി BJP അധികാരത്തിലേറി വെറും ഒരു മാസം തികയുമ്പോഴേക്കും സുവേന്ദു അധികാരി സർക്കാരിന്റെ ചില നിർണായക തീരുമാനങ്ങൾ വലിയ ചർച്ചയ്ക്കാണ് വഴി തുറന്നിരിക്കുന്നത്. പറഞ്ഞുവരുന്നത് ബംഗാളിലെ പുതിയ നിയമനിർമ്മാണങ്ങളെക്കുറിച്ചാണ്. മദ്രസകളെ ലക്ഷ്യം വെച്ചുള്ള ബംഗാൾ വ്യാപക സർവേയും ബംഗ്ലാദേശിൽ നിന്നുള്ളവരെന്ന പേരിൽ നടക്കുന്ന കൂട്ട നാടുകടത്തലുമാണ് ഇപ്പോൾ ബംഗാളിനെ വാർത്തകളിൽ നിറയ്ക്കുന്നത്. പുതിയ ഉത്തരവ് പ്രകാരം സംസ്ഥാനത്തെ എല്ലാ മദ്രസകളിലും സമഗ്രമായ സർവേ നടത്താൻ ജില്ലാ മജിസ്ട്രേറ്റുമാർക്ക് ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ജൂലൈ 5-നകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഉത്തരവ്. മദ്രസകളുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം, രജിസ്ട്രേഷൻ വിവരങ്ങൾ, വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും എണ്ണം, കോഴ്സുകളുടെ എണ്ണം എന്നിവയെല്ലാം ഈ സർവേയിൽ ശേഖരിക്കും. ഇത് വെറുമൊരു ഭരണപരമായ വിവരശേഖരണം മാത്രമാണെന്നാണ് സർക്കാർ വാദമെങ്കിലും സ്കൂളുകൾക്കും മദ്രസകൾക്കും വന്ദേമാതരം നിർബന്ധമാക്കിയതിന് തൊട്ടു പിന്നാലെ വന്ന ഈ നീക്കം കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്ന ആക്ഷേപം ശക്തമാണ്. പരിശോധനയിൽ കണ്ടെത്തുന്ന ക്രമക്കേടുകൾക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന ഭരണകൂടത്തിന്റെ സൂചനകൾ മദ്രസകളുടെ സ്വതന്ത്രമായ പ്രവർത്തനത്തിനു മേലുള്ള കടന്നുകയറ്റമാണെന്ന ആശങ്ക തെല്ലൊന്നുമല്ല ഉയർത്തുന്നത്. മറുഭാഗത്ത് അധികാരിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തീവ്രമായ ധ്രുവീകരണ നയങ്ങളിലേക്കാണ് നീങ്ങുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 4800 ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ നാടുകടത്തിയതായി മുഖ്യമന്ത്രി പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കൊൽക്കത്തയിൽ BJP സംഘടിപ്പിച്ച പരിശീലന മഹാ അഭിയാൻ 2026 പരിപാടിക്കിടയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ അവകാശവാദം. പണ്ട് കുടിയേറ്റക്കാരെ ജയിലുകളിൽ പാർപ്പിച്ചിരുന്ന സ്ഥാനത്ത് ഇനി മുതൽ കണ്ടെത്തുക, വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കുക, നാടുകടത്തുക എന്ന കർശന നയമായിരിക്കും തന്റെ സർക്കാർ സ്വീകരിക്കുകയെന്ന് അദ്ദേഹം ആവർത്തിച്ചു തന്നെ പറയുകയാണ്. അതിർത്തി ജില്ലകളിൽ പ്രത്യേക ഹോൾഡിംഗ് സെന്ററുകൾ സ്ഥാപിച്ചും അതിർത്തി സുരക്ഷ ശക്തിപ്പെടുത്താനെന്ന പേരിൽ 100 കിലോമീറ്ററോളം ഭൂമി അതിർത്തി സുരക്ഷാ സേനയ്ക്ക് കൈമാറിയും BJP സർക്കാർ മുന്നോട്ടു പോവുകയാണ്. വികസനത്തെക്കാൾ ഉപരി ന്യൂനപക്ഷങ്ങളെയും കുടിയേറ്റ വിഷയമുയർത്തി ഒരു പ്രത്യേക ജനവിഭാഗങ്ങളെയും ലക്ഷ്യമിട്ടുള്ള BJP സർക്കാരിന്റെ ഈ പ്രത്യേക നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ ബംഗാൾ രാഷ്ട്രീയത്തെ കൂടുതൽ വംശീയവും രാഷ്ട്രീയവുമായ ചേരിതിരിവുകളിലേക്ക് നയിക്കുമെന്നുറപ്പാണ്. അത്യാധുനിക ബംഗാളിനെ കെട്ടിപ്പടുക്കാനെന്ന വ്യാജേനയുള്ള ഈ സർവേയും നാടുകടത്തലും യഥാർത്ഥത്തിൽ എങ്ങോട്ടാണ് വിരൽ ചൂണ്ടുന്നത്? കാത്തിരുന്നു തന്നെ കാണാം.